എൻ്റെ പേര് മേരി, വീട്ടുപേര് വള്ളിക്കാട്ടുകുഴിയിൽ, ഇടവക മാസ്ലീവ ചർച്ച് മൺറേടി. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. 2:21. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. 3:6. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. 4:7. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതപ്പെട്ടിരിക്കുന്നു. 5:8. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. 6:8. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. 7:1. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളെ വിധിക്കരുത്. 8:8. അപ്പോൾ ശതാധിപൻ പ്രതികരിച്ചു, കർത്താവേ, നീ എന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ വൃത്തിൽ സൗഖ്യപ്പെടും. 9:13. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. 10:16. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. 11:6. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. 12:7. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധികളെ കുറ്റം വിധിക്കുമായിരുന്നില്ല. 13:12. ഉള്ളവൻ നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. 14:27. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കും, ഞാനാണ്, ഭയപ്പെടേണ്ട. 15:11. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. 16:16. ശമീൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. 17:21. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. 18:10. ഈ ചെറിയതിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. 19:19. പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. 20:16. ഇപ്രകാരം പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരും ആകും. 21:22. വിശ്വാസത്തോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. 22:1. യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. 23:11. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കും. 24:19. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടു നിൽക്കും ദുരിതം. 25:3. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. 26:22. ഞാൻ അവൻ അറിയില്ലെന്ന് അവൻ വീണ്ടും ആണയിട്ട് നിഷേധിച്ചു. 27:45. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിൽ മന്ദകാരം വ്യാപിച്ചു. 28:19. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. 1:22. കന്യാഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. 2:10. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. 3:2. മനസാന്തരപ്പെടുവിൻ, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു. 4:2. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു, അപ്പോൾ അവൻ വിശന്നു. 5:8. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. 6:11. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. 7:17. നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. 8:7. യേശു അവനോട് പറഞ്ഞു, ഞാൻ നിന്ന് അവനെ സൗഖ്യപ്പെടുത്താം. 9:37. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. 10:30. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയും എണ്ണപ്പെട്ടിരിക്കുന്നു. 11:15. ചെവിയുള്ളവൻ കേൾക്കട്ടെ. 12:8. എന്തെന്നാൽ മനുഷ്യപുത്രൻ സാപത്തിന്റെയും കർത്താവാണ്. 13:50. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. 14:32. അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. 15:26. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. 16:20. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. 17:3. മോശെയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. 18:1. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗ്ഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? 19:30. എന്നാൽ മുൻപന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകും. 20:26. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. 21:6. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. 22:32. അവിടുന്ന് മരിച്ചവരുടെ ഇടയിൽ ജീവിക്കുന്നവരുടെ ദൈവമാണ്. 23:12. തന്നെത്തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. 24:28. ക്ഷോഭമുള്ളവർക്ക് കഴുകന്മാർ വന്നുകൂടും. 25:46. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. 26:19. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. 2:17. ഇങ്ങനെ ജെറമിയ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയായി. 3:17. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടു. 4:17. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു. 5:4. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്നാൽ അവർ ആശ്വസിക്കപ്പെടും. 6:4. രഹസ്യങ്ങളറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. 7:28. യേശു ഈ വചനങ്ങൾ അവസാനിച്ചപ്പോൾ ജനാവളി അവന്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയപ്പെട്ടു. 8:1. യേശു മലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. 9:1. യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. 10:14. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, കൃത്യം യജമാനേക്കാൾ വലിയവനല്ല. 11:14. ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിവസത്തിൽ സോദോമിന്റെ സ്ഥിതി നിന്റേതിനേക്കാളും സഹനീയമായിരിക്കും. 12:16. തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. 13:45. വീണ്ടും സ്വർഗ്ഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. 15:16. അവൻ ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴും ഗ്രഹണശക്തി ഇല്ലാത്തവരാണോ? 16:15. അവൻ അവരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? 18:20. എന്തെന്നാൽ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. 19:26. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. 20:33. അവൻ അവരോട്